ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ആത്മീയതയുടെ മറവിൽ ചാരിറ്റി മുൻനിർത്തി ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടത്തുന്നയാളാണ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആറ്റക്കോയത്തങ്ങൾ. ആധാർ കാർഡിൽ വെറും ഹമീദ് എന്ന് മാത്രം പേരുള്ള ഇയാൾ എങ്ങനെയാണ് ആറ്റക്കോയത്തങ്ങളായത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് നിരവധി പരാതികൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞങ്ങൾ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആധാർ കാർഡിൽ വെറും ഹമീദ് എന്ന് മാത്രമുള്ള ഇയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ആറ്റക്കോയ തങ്ങളായത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം പ്രവാചകന്റെ പേരക്കുട്ടി എന്നടക്കം അറിയപ്പെടുന്ന ഇയാൾക്ക് പ്രവാചക കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. ഇയാൾ എങ്ങനെ തങ്ങളായി എന്നത് സംബന്ധിച്ചും നിരവധി സംശയങ്ങൾ, അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ഇയാൾക്കെതിരെ അധികാരികളിൽ എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രചാരണങ്ങൾ, ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ്. ഇയാൾ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നു, ഇയാളെ കാണാനെത്തുന്ന സ്ത്രീകൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, വല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു, ഇയാൾ അവരെ ദ്രോഹിക്കുകയാണ് എന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ചിലർ അയച്ചു തന്നൊരു വീഡിയോ ഞാൻ ആദ്യം പ്രേക്ഷകരെ കാണിക്കാം, നിങ്ങൾ തന്നെ വിലയിരുത്തുക. 3 മണി വരെ പുറത്തിറങ്ങാൻ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു ബർക്കത്ത്. എന്താ അള്ളാഹു ഒരു പൊന്നുമോൾക്ക് സുഖമില്ല, അള്ളാഹു പരിപൂർണ്ണ ശിഫ അള്ളാഹു നൽകട്ടെ. ഒരു സഹോദരിക്ക് സുഖമില്ല. അപ്പോ വൈകുന്നേരം ഒരു സുഖമില്ലാത്ത കുട്ടിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ സ്മൗലിസിനെ ചൊല്ലി ദുആ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാഹ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, അതിന് മുറ്റം പോലെ രാത്രി അല്ലേ നിർത്തി വെക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടാ. അപ്പൊ നാളെ പിന്നെ 8 മണിക്ക് തുടങ്ങിയിട്ട് നോക്കുക. ആറ്റക്കോയ തങ്ങൾ ഒരു വീഡിയോ ലൈവ് ചെയ്യുന്നതിനിടയിലാണ് ഒരു പെൺകുട്ടിയുടെ അലർച്ചയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നത്. ഇയാൾ അള്ളാഹുവിൻ്റെ പേരിൽ എന്തൊക്കെയോ രോഗശാന്തി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇയാൾ ആ പെണ്ണിനെ കയറി പിടിച്ചതല്ല എന്ന് ആർക്ക് ഉറപ്പ് പറയാൻ സാധിക്കും? ഇയാൾ നാക്കൊക്കെ ഇട്ടിങ്ങനെ എന്നൊക്കെ കാണിക്കുന്നത്, ഒരു വഷളൻ ലുക്കിലാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീയുടെ കരച്ചിലാണ് അപ്പുറത്ത് കേൾക്കുന്നത്. ആ കുട്ടിക്ക് സുഖമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് സുഖമില്ലാതായി? എന്തുകൊണ്ട് അവർ ഇയാളുടെ അടുത്ത് വന്നു? ഇയാൾ ആ പെൺകുട്ടിയെ എന്താണ് ചെയ്തത്? ഇക്കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാളുടെ അടുത്ത് വരുന്ന സ്ത്രീകളോട് ഇയാൾ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ഇയാൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു. അത് ഏതർത്ഥത്തിലാണെന്നറിയില്ല, പക്ഷേ ദുരുപയോഗം ചെയ്യുന്നു എന്നതടക്കമുള്ള പല വോയിസ് ക്ലിപ്പുകളും പല വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം നൽകാൻ മിസ്റ്റർ ആറ്റക്കോയ തങ്ങൾ അല്ലെങ്കിൽ ഹമീദ് തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ചില നിയമങ്ങളുണ്ട്, നിയമസംഹിതകളുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, ഞാൻ എല്ലാം സുഖപ്പെടുത്തും, ഞാൻ ഡോക്ടർക്ക് പകരക്കാരനാണെന്ന് ശാസ്ത്രത്തെയും സമൂഹത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം ആറ്റക്കോയ തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും ഒച്ചയും നിലവിളിയും ഒക്കെയാണ് കേൾക്കുന്നത്. എന്ത് രോഗശാന്തിയാണ് അങ്ങ് നൽകുന്നത് ഈ കരച്ചിലും നിലവിളിയും ഒച്ചപ്പാടും ഒക്കെ നടത്തിയിട്ടെന്നാണ് മനസ്സിലാകാത്തത്. സാധാരണഗതിയിൽ ആശുപത്രികളിലൊക്കെ പോയാൽ നമ്മൾ ഇങ്ങനത്തെ ഒച്ചയും ബഹളമൊന്നും കേൾക്കില്ല. ഒരു കുട്ടിക്ക് സുഖമില്ല, ഞാനൊന്ന് ശരിയാക്കിയിട്ട് വന്നാണെന്ന് പറഞ്ഞ് നാക്കൊക്കെ ഇങ്ങനെ പുറത്തിടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ അന്വേഷണ വിധേയമാക്കണമെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്ന് മാത്രമല്ല, സമുദായ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കാരണം ഇയാൾ എപ്പോഴും അള്ളാഹുവിൻ്റെ പേരാണ് പറയുന്നത്.
അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പോയി ചികിത്സ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പണം പിരിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വന്തം പേരിൽ സ്ഥലം മേടിക്കുന്നു, എല്ലാത്തിനും അള്ളാഹുവിനെ മറയാക്കുകയാണ്. സമുദായത്തിന് അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തിനിടയിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനായി ഒരുത്തൻ അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ പഠിച്ച ഇസ്ലാമിൽ, എനിക്കറിയുന്ന ഇസ്ലാമിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനായി ആറ്റക്കോയ തങ്ങൾ വന്ന് അവതരിക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് പറയാനുള്ള കാര്യങ്ങൾ ആറ്റക്കോയ തങ്ങളെ ചുമതലപ്പെടുത്തിയതായി ഒരു ഖുർആനിലും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇയാൾ സ്വയം ഞാനൊരു ദിവ്യനാണ്, പണ്ഡിതനാണ് എന്ന മട്ടിലൊക്കെ അങ്ങ് അവതരിക്കുകയാണ്. എന്തായാലും ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഇയാൾ ചെയ്തിട്ടുള്ള പല വീഡിയോകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ശകലം കൂടി എനിക്ക് ഈ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ആറ്റക്കോയ തങ്ങൾ അനാഥ പെൺകുട്ടികളുടെ കല്യാണത്തിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റിയെന്നാണ്. മണ്ണാർക്കാട് മേലേക്കൊടക്കാട് താമസിക്കുന്ന ആറ്റക്കോയ തങ്ങൾ സ്വലാത്ത് നടത്താൻ ഭൂമി വാങ്ങണം, പണം നിങ്ങൾ നൽകണം, അനാഥ പെൺകുട്ടികളുടെ കല്യാണത്തിന് കിട്ടിയ കോടികൾ ഉപയോഗിച്ച് ദുബായിൽ കമ്പനി എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട് താനെന്ന് ഇയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയതിന് ഇയാൾക്കെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ കുട്ടികളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പണപ്പിരിവ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ പുതിയ ഒരു വീഡിയോ ശകലം കൂടി വന്നിരിക്കുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഹാമിദ് ആറ്റക്കോയ തങ്ങൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ പുതിയ തെളിവുകൾ പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മറ്റൊരു വീഡിയോയിൽ. ഇതാ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഡിസംബറിൽ നടന്ന അനാഥ പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന 4 കോടി രൂപ സലാത്ത് മജ്ലിസ് നടത്താൻ വേണ്ടി ആ പണം ആ കാര്യം പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റുകയും പിന്നീട് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കോടികൾ ചെലവിട്ട് ദുബൈയിൽ ആരംഭിക്കുന്ന കമ്പനിയുടെ തെളിവുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. യാതൊരു കാരണവശാലും 10 മാസത്തിന് ഒരാൾ 10 പൈസ കൊണ്ട് ചോദിക്കണം. അതല്ലെങ്കിൽ എന്നെ കയ്യിൽ കെട്ടിയ ബാലൻസുകളൊക്കെ ഏൽപ്പിക്കാൻ എന്ത് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പറയാണ് നിങ്ങൾ സ്ഥലം വിൽക്കി എടുക്കാതെ കാരണം ഞങ്ങൾ അറിയില്ല, കല്യാണത്തിന് ബാക്കി പൈസ തന്നാൽ ഞങ്ങൾ കുറച്ച് പാവം തിരിച്ചെടുക്കാറുണ്ട്, എന്ത് ചെയ്യാം. ഇവിടെ മനസ്സിലായോ? യാതൊരു കാരണവശാലും ഒരു ഗ്രൂപ്പിന്റെ അടിമനോ മറ്റൊരാളോ എന്റെ ഗ്രൂപ്പിൽ എത്തിയ മക്കളുണ്ട്, എന്റെ ഗ്രൂപ്പിൽ അതില്ല എന്ന് എന്നോട് പറയരുത്. കാരണം എന്റെ ആവശ്യപ്പെട്ട സ്ഥലം എടുക്കില്ല, അല്ലേ? നിങ്ങൾ പറയും നമ്മൾ സ്ഥലത്ത് നിൽക്കുന്നത്. അതായത് സ്വലാത്ത് നടത്താൻ വേണ്ടി സ്വന്തം പേരിൽ നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ ആത്മീയ ചൂഷണത്തിന് നിങ്ങളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാണണം, അതിനുവേണ്ടി ഞാൻ സ്ഥലം മേടിക്കുകയാണെന്ന്. എന്താല്ലേ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ പറ്റിച്ച് പണം പിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇതിനപ്പുറം വേറെന്ത് തെളിവാണ് വേണ്ടത്? നാട്ടുകാർ ചാരിറ്റിക്കും സമൂഹ വിവാഹത്തിനുമൊക്കെ ഇയാളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന പണം വെച്ചിട്ട് ഇയാൾ സ്ഥലം വാങ്ങിക്കുകയാണ്, ഇയാളുടെ പേരിൽ ഭൂമി വാങ്ങിക്കുകയാണ്, അവിടെ ബിൽഡിംഗ് കെട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വലാത്ത് നടത്താനൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ്? ആത്മീയതയുടെ പേര് പറഞ്ഞ്, ചാരിറ്റിയുടെ പേര് പറഞ്ഞ്, സമൂഹ വിവാഹത്തിൻ്റെ പേര് പറഞ്ഞ് ആൾക്കാരെ ഇന്ന് പൈസ മേടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് തൻ്റെ കാര്യത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിന് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ന്യായീകരണം പറയുന്നു. നാളെ ഇയാൾ ഒരു 10 കോടി രൂപ പിരിച്ചെടുത്തിട്ട് ഒരു വലിയ വീടും കുറേ സ്ഥലവും മേടിച്ചിട്ട് ഇത് നിങ്ങൾക്ക് എന്നെ കാണാൻ വരുമ്പോൾ മുഷിയാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു സ്ഥലം വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ടാക്സ്, ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ അടച്ചിട്ടുണ്ടോ? ഏത് അക്കൗണ്ടിലേക്കാണ് പണം വാങ്ങുന്നത്? ഈ പണം എവിടെ പോകുന്നു? ഈ പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പണം അവരിലേക്ക് എത്തുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദുരൂഹമാണ്. ഒരിക്കലും ഈ പറയുന്ന ഹമീദ് എന്ന ആറ്റക്കോയ തങ്ങൾ ഇതൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ ഒരിടത്തും ഇത് ഇത്ര രൂപ എനിക്ക് വന്നു, ഇത്ര രൂപ ചെലവ് ചെയ്തു, ഇത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, ഇത്ര രൂപ അവിടെ കൊടുത്തു, ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയാണ്. താങ്കൾ ഒരു ആത്മീയ ആചാരനാണ്, സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ, സ്ത്രീകളുടെ ഉന്നമനമൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ ഇതുവരെ നിങ്ങൾ പിരിച്ചെടുത്ത പണം എത്രയാണ്, അതിൻ്റെ രേഖകൾ, ബാങ്ക് ത്രൂ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുക. ഇതിൽ എത്ര രൂപ നിങ്ങൾ ചെലവാക്കി, എത്ര രൂപ നിങ്ങൾ എടുത്തു. നിങ്ങൾ പാവങ്ങളുടെ പണം പറഞ്ഞു പറ്റിച്ച് പണം പിരിച്ച് പുട്ടടിക്കുന്ന ആളല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ബാക്കി വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഇന്നലെ വരെ നിങ്ങളെ സഹായിക്കണം എന്നൊരു നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ കൂടെ പാർട്ടികളെ സഹായിക്കണം. പക്ഷേ ഇന്നലെ വൈകുന്നേരം അവർ വന്ന് ഈ സ്ഥലത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആകെ ഞാൻ വിട്ട വിഷയം
എനിക്ക് ചെയ്യാനുള്ളത്, ഞാൻ നൂറ ഹബീബിന്റെ മുത്തുമണികളുടെ പേരിൽ ഒരു 1.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൽ ബിൽഡിങ്ങുണ്ട്, പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്കാൻ. എന്റെ പൈസ വാങ്ങിയിട്ടുണ്ട്, ചെറിയ പൈസ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ നമ്മളെ പേരിലാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പക്ഷേ അതിന്റെ പേപ്പർ വർക്കുകൾ ശരിയായിട്ടില്ല. അപ്പൊ 10 ദിവസം അവിടെ നിൽക്കേണ്ടി വരും. 10 ദിവസം അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ എന്തായി, പൈസ കിട്ടിയിരിക്കണം. കേൾക്കണങ്ങള്, ആവശ്യത്തിൽ കൂടുതൽ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. ഇന്നും ഞാൻ ഇങ്ങനെ വാങ്ങണം, നിങ്ങൾ പറയും, ഇന്നും ഞാൻ വാങ്ങണം, എനിക്ക് കിട്ടിയിരിക്കണം. ഇനി നമ്മൾ ആദ്യം കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ നടന്ന സമൂഹ വിവാഹത്തിൽ അനാഥ കുട്ടികളുടെ കല്യാണത്തിന് വന്ന കോടിക്കണക്കിന് രൂപ സലാത്ത് മജ്ലിസ് നടത്താൻ നമുക്ക് ഭൂമി വാങ്ങാനുണ്ട്, ആ പണം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സലാത്ത് മജ്ലിസ് നടത്താൻ ഭൂമി വാങ്ങാൻ പണമില്ല, അതുകൊണ്ട് ഈ പണം അവിടെ ചെലവഴിക്കുന്നു പറയുന്ന വീഡിയോ കണ്ടു. രണ്ടാമത് കാണുന്നത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും അദ്ദേഹം പറയുന്നു ഞാൻ കമ്പനി തുടങ്ങാൻ പോവാണ് ദുബായിൽ, അവിടെ 10 ദിവസം എനിക്ക് നിൽക്കേണ്ടതുണ്ട്, ഇതൊക്കെ പ്രഖ്യാപിക്കുന്ന ഇയാൾ. മൂന്നാമതൊരു വീഡിയോ ഞാൻ കണ്ടു, ഡിസംബർ നടന്ന സമൂഹ വിവാഹത്തിൽ പണം വന്ന് കുന്നുകൂടിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്കിനി പണം വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട്. അഭിനയത്തിൽ ആറ്റക്കോയ തങ്ങളെ പോലെ വെല്ലുന്ന ഒരു സൂപ്പർ സ്റ്റാറും കേരളത്തിലല്ല രാജ്യത്തല്ല ലോകത്തെവിടെയുമില്ല. അഭിനയത്തിൽ ഇദ്ദേഹത്തിന്റെ അത്രയും മികവച്ച് പാവപ്പെട്ട സമുദായത്തിലെ സ്ത്രീകളെ ഉമ്മമാരെ വശീകരിച്ച് നടത്തുന്ന ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു നോക്കണം. ഇനിയും പ്രതികരിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ സമ്പത്ത് തിന്ന് ഇങ്ങനെ വലിയൊരു സമ്പന്നനായി വിദേശ രാജ്യങ്ങളിൽ കമ്പനിയൊക്കെ തുടങ്ങപ്പെടുന്ന ഒരാളായി ഇദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സോഴ്സ്? ഇയാൾ പറയുന്നു പാവപ്പെട്ട ഉമ്മമാരെ ഞാൻ നോക്കാൻ വേണ്ടി 1.5 ഏക്കർ സ്ഥലം വാങ്ങിയിരിക്കുന്നു, കോടികൾ കൊടുത്ത്, അവിടെ കെട്ടിടമുണ്ട്, അത് എന്റെ പണമാണ്. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് പണം? ഇവിടുത്തെ സമുദായ നേതൃത്വം മൗനം പാലിക്കുന്നു. ഈ പരിശുദ്ധ റമദാൻ മാസം പോലും പാവപ്പെട്ട സഹോദരിമാരെ തൗബ മജ്ലിസ് നടത്തിക്കൊണ്ട് സമൂഹ നോമ്പ് തുറയുടെ പേരിൽ സലാത്തിന്റെ ഭൂമിയുടെ പേരിൽ വിവിധ തരങ്ങളിലാണ് ഇദ്ദേഹം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നത് അപകടകരമായ രീതിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം പോയിരിക്കുന്നത്. കോടാനക്കോടി രൂപ ചെലവഴിച്ചാണ് അലൈനും ഷാർജയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇദ്ദേഹം പല നിക്ഷേപങ്ങളും കമ്പനികൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. പ്രതികരിക്കുക സമുദായമേ. നോക്കുക, ഇത് സമുദായത്തോടുള്ള ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും കൃത്യമായി ഈ ആറ്റക്കോയ തങ്ങൾ മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ഒരിടത്ത് പറയുന്നു പൈസയില്ല, പണം വേണമെന്ന് പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ പറയുന്നു എൻ്റെ കയ്യിൽ പണം ഓവറാണ്, ഞാനിത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇപ്പുറത്ത് പറയുന്നു ഞാൻ കുറേ സ്ഥലവും വീടും ഒക്കെ മേടിക്കുന്നു, ഇത് എൻ്റെ പൈസയാണെന്ന് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നു എനിക്ക് ഒരുപാട് പൈസ വന്നിട്ടുണ്ട്, ഇനിയും നിങ്ങൾ തരണമെന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിൽ പൈസ ഉണ്ടാക്കുകയും അത് പല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്ന ആൾ. വിദേശത്ത് എനിക്ക് കമ്പനിയുണ്ട്, ഞാൻ കുറേ നാളിന് അവിടെ ആയിരിക്കും എന്ന് പറയുന്നു. നോക്കുക, ഇയാളുടെ അടിസ്ഥാനം എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപാട്, വഷളൻ ചിരി, ഇതുപോലെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പല രീതിയിലുള്ള സുഖം നൽകുമെന്ന് പറയുന്ന പരിപാടി. എന്നിട്ട് വിദേശത്ത് കുറേ കമ്പനി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു, ഇവിടുന്ന് കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു, എനിക്ക് പൈസ ഇനിയും വേണമെന്ന് പറയുന്നു, മറ്റൊരിടത്ത് പറയുന്നു എനിക്ക് പൈസ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ആളുകളുടെ അടുത്ത് പല വിധത്തിൽ പൈസ പിരിക്കാനുള്ള നടപടികളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ടാക്സ് അടച്ച റെസിപ്റ്റ് കയ്യിൽ ഉണ്ടെങ്കിൽ ആറ്റക്കോയ തങ്ങളൊന്ന് റെഡിയാക്കി വെച്ചോ, അത് പണിയാണ്. കാരണം നിങ്ങൾ അക്കൗണ്ട് ത്രൂ ആണോ ഈ പണം കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ കോടികളുണ്ട്, അത് വാങ്ങി ഇത് വാങ്ങി ഇതൊക്കെ പറയും. ഇതൊക്കെ അക്കൗണ്ടിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ത്രൂ ആണോ ചെയ്തത്? ഇതൊക്കെ രേഖകളുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടോ? ഈ ട്രസ്റ്റ് വഴിയാണ് ഇത് വിനിയോഗിക്കുന്നത്? ഈ വരവ് ചെലവ് കണക്കുകളുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന സമൂഹ വിവാഹങ്ങൾ നടത്തുമ്പോൾ സ്ത്രീധനം എന്ന പേരിൽ കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ അതിനുവേണ്ടി പിരിച്ചെടുക്കുന്ന പണം, ഇതൊക്കെ നിയമവിധേയം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ആറ്റക്കോയ തങ്ങൾ ഇതിനൊക്കെ വ്യക്തമായ മറുപടി നൽകി തൻ്റെ ഭാഗം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആറ്റക്കോയ തങ്ങൾക്ക് എതിരെയുള്ള ഇത്തരം നിരവധി സംഭവങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. വ്യക്തമായ മറുപടി ആറ്റക്കോയ തങ്ങളിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യണം. കാരണം ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ സമുദായത്തിൻ്റെ വിശ്വാസികളെ പ്രലോഭിപ്പിച്ചും അവരെ പറ്റിച്ചുമാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.